ഹായ്, നമുക്ക് പരിപാടി ചെയ്യാലോ. ഞാൻ വണ്ടിയിട്ട് ഈ ഒരു ഇന്നോവ നമുക്കൊന്ന് ഡെലിവറി ചെയ്യാനുണ്ട്. ഈ ഒരു ഇന്നോവ നമുക്ക് കുറച്ച് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലും ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറച്ച് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്നാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്താ നാഫി ഇവിടെ ഉണ്ട്. ഈ ഒരു സ്വിഫ്റ്റ് നമുക്ക് സ്പോർട്സ് കിറ്റ് ഉള്ളതാണ്. വെൻ്റെതാ സ്പോയിലറൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെന്താ നമ്മുടെ TV ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. അയച്ചു വെച്ചിരിക്കുകയാണ്. പാനലൊക്കെ വെച്ച് കഴിഞ്ഞു. സിസ്റ്റം ഇതാണ് സിസ്റ്റം. ഇതല്ല ഡയമണ്ട് 2Kൻ്റെ സിസ്റ്റമാണ് ചെയ്യുന്നത്. അത് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഈ ഒരു സിസ്റ്റമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇതാണ് പാനൽ. അതുപോലെ ഈ ഇന്നോവ ഒന്ന് ഡെലിവറിക്കുള്ള ഇതിൽ ഓവർ വർക്കൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഡീക്രോമും കുറച്ച് ടച്ചിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോഡിയിൽ കുറച്ച് പെയിൻറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു. ക്ലിയറാക്കി. ഇത് നമുക്ക് രണ്ടാമത് ടച്ചിങ്ങിന് വേണ്ടിയാണ്. അതുപോലെ സ്വിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടി ലെവലിങ് കഴിഞ്ഞൊരു വണ്ടിയാണ് കേട്ടോ. ബോഡി ലെവലിങ് കാര്യങ്ങളും അടുത്ത് പെയിൻറ്റിങ് ആയിരുന്നു. ഈ പോർഷന് ചെറുതായിട്ടും തട്ടിട്ട് വന്നൊരു വണ്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ ബോഡി ലെവലിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ആണ്. അപ്പോൾ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഉള്ളിൽ ഊരി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അതുപോലെ നമ്മൾ ഫോർച്യൂണറിൻ്റെ വീഡിയോ എടുക്കാനുണ്ട്. നമ്മൾ ഫോർച്യൂണർ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ട്രാഫിക് ക്ലീനിങ്ങിലാണ് അവിടെ. വീണ്ടും നമ്മുടെ സ്ഥിരം ലൊക്കേഷനിലിട്ടാ. ഫോർച്യൂണറിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഹെഡ് ലാമ്പ്, അതേപോലെ തന്നെ ഗ്രില്ല് നമുക്ക് ഗ്ലോസി ആക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ മിറർ ബ്ലാക്ക് ചെയ്യണം. പിന്നെ ഇൻറ്റീരിയർ ഉണ്ട്. ഇൻറ്റീരിയർ ഡുവൽ ടോൺ ആട്ടോ, കണ്ടോ. അപ്പോൾ ഈ ഡുവൽ ടോൺ നമുക്ക് കംപ്ലീറ്റ് ക്ലോത്ത് ചെയ്യാനുണ്ട്. ബാക്കി പോർഷൻസൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യണം. പിന്നെ ചെറിയ ടച്ചിങ്സ് ഉണ്ട്. പിന്നെ ടൈലാമ്പ് മാറണം. അതേപോലെ ഇത് ഡീക്രോം ചെയ്യണം. അതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് വർക്ക്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബൾബ് ഏതാ ചോദിച്ചടാ? 220-250. നമ്മൾ ഇന്നോവ കവറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഡെലിവറിക്കുള്ള വണ്ടിയാണ് ഇന്നോവ. നമ്മൾ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മളെ മിൻഡിദീന് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വാഷ് ചെയ്തിട്ട് കയറ്റിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി കളറാണ്. നല്ലൊരു വെറൈറ്റി കളറാണ്. അത്യാവശ്യം ചെറിയ വണ്ടി. ഇന്ത്യയിലൊക്കെ ഉണ്ട്, ഡുവൽ ടോണാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ലുക്ക് ഉണ്ടോ. ഫ്രണ്ട് ലുക്കിൽ നമ്മൾ CR-Z GT കിറ്റ് ആട്ടോ. അതിപ്പോൾ ഈ ഒരു കിറ്റ് ഇപ്പോൾ നിലവിൽ കാണൽ കുറവാണ് ഇങ്ങനത്തെ കിറ്റുകൾ. റെഡിയാ? വണ്ടി നോക്കിയോളി. റെഡി? 1 2 3 വലിച്ചോളി. ജസ്റ്റ് ഇങ്ങനെ നോക്കി നടന്നോളി. അപ്പോൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ അത്യാവശ്യം നീറ്റാക്കി എല്ലാം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡീക്രോം പെയിൻറ്റിങ് ടച്ചിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുൾ കംപ്ലീറ്റ് നമ്മൾ കട്ടൻ പോളിഷും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റായിട്ടുണ്ട് കേട്ടോ.
ആ പറഞ്ഞു തുടങ്ങിയാൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വണ്ടി കാര്യങ്ങളൊക്കെ കയറ്റിയാണ് സ്വിഫ്റ്റ് ഇന്നോവ, പിന്നെ ഇവിടെ ഒരു ഇന്നോവ ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പൊള്ളിക്കണം. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയോട് തീരാൻ പോകാം കേട്ടോ. ഈ ഒരു ഇന്നോവ പുതിയതായിട്ട് വന്നാൽ ടച്ച് പോളിഷാണ്, കുറച്ച് പോർഷൻസ് ഒക്കെ ടച്ച് ചെയ്യാനുണ്ട്, പിന്നെ പോളിഷും കാര്യങ്ങളൊക്കെ ചിലർ വണ്ടിയാണ്. അതുപോലെ തന്നെ വെൻഡോൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ഓൾ.